ചുവന്ന പട്ട്, ശിവലിംഗ മാതൃകയിലെ കിരീടം, ഒറ്റച്ചിലങ്ക. വേഷഭൂഷാദികളിൽ തന്നെ ഓട്ടൻതുള്ളലിൽ നിന്നും ശീതങ്കൻ തുള്ളലിൽ നിന്നും വേറിട്ട് നിൽക്കും പറയൻ തുള്ളൽ. ഒറ്റച്ചിലങ്കയുടെ താളത്തിനെ പിന്തുണച്ചാകണം മൃദംഗ വായനയും. കൊല്ലം കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ദേവികയ്ക്കും ഗുരു ദൃശ്യ ഗോപിനാഥിനും ഇത് കരുതിക്കൂട്ടിയുള്ള റിസ്ക് തന്നെയാണ്. എത്രത്തോളം നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ഒരു കലയെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസിനെ കുറിച്ച് പറയണ്ടല്ല. എല്ലാവരും സമ്മാനം മോഹിച്ചാണ് കലോത്സവ വേദിയിലേക്ക് വരുന്നത്. അപ്പം സമ്മാനം മോഹിക്കാതെ ഒരു കുട്ടി ഇതിന് തയ്യാറാവുക എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. അപൂർവമായി മാത്രം കലോത്സവ വേദികളിൽ എത്താറുള്ള പറയൻ തുള്ളൽ പെൺകുട്ടിയായ ദേവികയിലൂടെ ഇത്തവണ അരങ്ങിലെത്തിച്ചതിൽ ഒരു രാഷ്ട്രീയവുമുണ്ട്. ഈ കീഴാളന്മാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദനീയമല്ലായിരുന്നു. അപ്പോൾ നമ്പ്യാർ ഇതിനൊക്കെ എതിരായിട്ടാണ് അന്ന് ഈ തൻ്റെ തൂലിക ചലിപ്പിച്ചത്. അതുകൊണ്ട് ഈ തൂലിക ചലിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ രംഗാവിഷ്കാരം കൂടി അദ്ദേഹം നടത്തി. അതാണ് പറയ സമുദായത്തിൽപ്പെട്ടവരുടേതായിട്ടുള്ള ഒരു കല. കലോത്സവ വേദികളിൽ പറയൻ തുള്ളലും സജീവമാകുന്നതിന് നിമിത്തമായാൽ അതാണ് ദേവികയ്ക്കും ദൃശ്യയ്ക്കും കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. കലോത്സവ നഗരിയിൽ നിന്നും ഷിജിത്തിനൊപ്പം ജെ മുഹാജിർ, മീഡിയ 1.